വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ PSC SCRT ക്ലാസ് റൂം. ഈ വരുന്ന ജൂലൈ 18 നടക്കാനിരിക്കുന്ന 10th പ്രിലിംസ് എക്സാമിൽ സയൻസിൽ 20 മാർക്ക് എങ്ങനെ നേടാം എന്ന ആശങ്കയിലാണോ നിങ്ങൾ? എന്നാൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. ഞാൻ പറയുന്ന സിലബസ് അനുസരിച്ചുള്ള SCRT ചാപ്റ്ററുകൾ ഉറപ്പായും പഠിക്കുക. നിങ്ങൾക്ക് 20 മാർക്ക് ഉറപ്പായിരിക്കും. നിങ്ങൾ റെഡിയാണോ? ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് 10th പ്രിലിംസ് ക്രാക്ക് ചെയ്യാം. ആദ്യമായി ജീവശാസ്ത്രം, ബയോളജിയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചാപ്റ്ററുകളാണ്. വ്യാധികൾ പടരാതിരിക്കാൻ. ഒന്നാമത്തത് വ്യാധികൾ പടരാതിരിക്കാൻ. ഇത് 5th സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്ററാണ്. 5th സ്റ്റാൻഡേർഡിലെ വ്യാധികൾ പടരാതിരിക്കാൻ. ഇനി 6th സ്റ്റാൻഡേർഡിലെ ആഹാരത്തിലൂടെ ആരോഗ്യം, അതുപോലെ മാറ്റാം ജീവിതശൈലി നല്ല നാളേക്ക്. ഇത് രണ്ടും 6th സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്ററുകളാണ്. ഇനി വിളയിക്കാൻ നൂറുമേനി, പരിസ്ഥിതിയെ നോവിക്കാതെ. ഇത് രണ്ടും 7th സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്ററുകളാണ്. വൈവിധ്യങ്ങളുടെ സൗന്ദര്യം 8th സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്ററാണ്. നെക്സ്റ്റ് വൺ ദഹനവും പോഷക സംവഹനവും, ചലനത്തിനു പിന്നിൽ പ്രത്യുൽപാദന ആരോഗ്യം. ഈ മൂന്നും 9th സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കിലെ ബയോളജി ടെക്സ്റ്റിലെ ചാപ്റ്ററുകളാണ്. ഇനി ജീവന്റെ ജനിതകം, സംവേദനങ്ങൾക്കു പിന്നിൽ ജീവികളിലെ രാസസംവേദനം, ജീവശാസ്ത്രവും സാങ്കേതിക വിദ്യയും, അകറ്റി നിർത്താം രോഗങ്ങളെ എന്നിവ, പിന്നെ പ്രതിരോധവും ആരോഗ്യ സംരക്ഷണവും. ഇത്രയും ചാപ്റ്ററുകൾ നമ്മുടെ 10th സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്ററുകളാണ്. ഈ ചാപ്റ്ററുകൾ നിങ്ങൾ വായിക്കാൻ റെഡിയായാൽ ഉറപ്പായും ബയോളജിയിൽ നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിൽ കൂടുതൽ നമ്മൾ ഊന്നൽ കൊടുത്ത് പഠിക്കേണ്ടത് രോഗങ്ങളെക്കുറിച്ച്, വൈറ്റമിനുകളെക്കുറിച്ച്, മനുഷ്യ ശരീരത്തെക്കുറിച്ച് തുടങ്ങിയവയാണ്. പിന്നെ നമ്മുടെ കേരള സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ പദ്ധതികളും നിങ്ങളൊന്ന് വായിക്കുക. അപ്പോൾ ബയോളജിയിൽ ഒരു നല്ല മാർക്ക് മേടിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അടുത്തതായി രസതന്ത്രം. രസതന്ത്രത്തിൽ നമുക്ക് കുറച്ച് ചാപ്റ്ററുകൾ തന്നെയാണുള്ളത്. ഫസ്റ്റ് വൺ മൂലകങ്ങളും സംയുക്തങ്ങളും. മൂലകങ്ങളും സംയുക്തങ്ങളും, ലോഹങ്ങളും അലോഹങ്ങളും, പദാർത്ഥങ്ങളുടെ രസതന്ത്രം. ഇവ മൂന്നും 8th സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്ററുകളാണ്. 8th സ്റ്റാൻഡേർഡ് ബേസിക് സയൻസ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് സമഗ്രയിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതിൽ ഉൾപ്പെടുന്ന 3 ചാപ്റ്ററുകളാണ് മൂലകങ്ങളും സംയുക്തങ്ങളും, ലോഹങ്ങളും അലോഹങ്ങളും, പദാർത്ഥങ്ങളുടെ രസതന്ത്രം. ഇനി വരുന്നത് 9th സ്റ്റാൻഡേർഡിലെ ആറ്റത്തിന്റെ ഘടന, പീരിയോഡിക് ടേബിൾ. 9th ആറ്റത്തിന്റെ ഘടന, പീരിയോഡിക് ടേബിൾ. ഇനി പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും, ലോഹങ്ങൾ, വ്യാവസായിക പ്രാധാന്യമുള്ള മൂലകങ്ങൾ, ഇവ മൂന്നും 10th സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്ററുകളാണ്. ഇവ പഠിച്ചാൽ നിങ്ങൾക്ക് കെമിസ്ട്രിയിൽ ഉറപ്പായും നല്ല മാർക്ക് സ്കോർ ചെയ്യാം. പ്രധാനമായിട്ടും ഊന്നൽ കൊടുത്ത് നിങ്ങൾ ലോഹങ്ങൾ നന്നായിട്ട് തന്നെ വായിക്കുക. ലോഹങ്ങളിലെ അയിരുകൾ തുടങ്ങിയവ എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. അതുപോലെ ആറ്റം കണ്ടുപിടിച്ചത്, ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺ, ഇതുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളൊക്കെ നിങ്ങൾ കൂടുതൽ ഊന്നൽ കൊടുത്ത് പഠിക്കുക. നെക്സ്റ്റ് ഭൗതിക ശാസ്ത്രമാണ്. ഭൗതിക ശാസ്ത്രത്തിൽ ഉൾപ്പെടുന്ന ചാപ്റ്ററുകൾ ഫസ്റ്റ് വൺ കയ്യെത്തും ദൂരത്ത് ആകാശം, ഊർജ്ജ സ്രോതസ്സുകൾ. ഇവ രണ്ടും 5th സ്റ്റാൻഡേർഡിലെ ചാപ്റ്ററുകളാണ്. ഇനി 6th ചലനം നിത്യജീവിതത്തിൽ. 6th സ്റ്റാൻഡേർഡിലെ ചലനം നിത്യജീവിതത്തിൽ, അതുപോലെ പ്രകാശം പതിക്കുമ്പോൾ, താപം നിത്യജീവിതത്തിൽ, ആകാശ വിസ്മയങ്ങൾ. ഇവ മൂന്നും 7th സ്റ്റാൻഡേർഡ് ടെക്സ്റ്റിലെ ചാപ്റ്ററുകളാണ്. ഇനി ചലനവും ബലവും, മർദ്ദം, ഗോളീയ ദർപ്പണങ്ങൾ. ഇവ 8th ടെക്സ്റ്റ് ബുക്കുകളാണ്. അപ്പോൾ ഇത്രയും ചാപ്റ്ററുകളാണ് ഭൗതിക ശാസ്ത്രത്തിൽ ഉൾപ്പെടുന്നത്. സിലബസ് അനുസരിച്ചുള്ള SCRT ചാപ്റ്ററുകളാണ് നമ്മൾ പറഞ്ഞത്. ഈ ചുരുങ്ങിയ സമയത്തിൽ നിങ്ങൾ ഈ ചാപ്റ്ററുകൾ എന്തായാലും വായിക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും 10th പ്രിലിംസ് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.